പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല നമസ്കാരം. ഒന്നാം സെമസ്റ്റർ BA എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന വിഷയത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഔദ്യോഗികമായി ഇന്ന് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ന പദവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില പദപ്രയോഗങ്ങളുമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ ക്ലാസ്സുകളിലായിരുന്നുവെങ്കിൽ നേരെ ചോദിച്ചേനെ എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചേനെ. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന് ഉൽപാദനമാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞേനെ. അത് അതിന്റെ മലയാളം തർജ്ജമ മാത്രമാണ്, അല്ലെ? ആ വാക്കിന്റെ മലയാളീകരിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പദമാണ് ഉൽപാദനം. ശരിയാണ്, പക്ഷെ അങ്ങനെ എഴുതിയാൽ നമുക്ക് അത് മാർക്കായിട്ട് വരണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ എന്താണ് ഉൽപാദനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതൊരു പ്രക്രിയയാണ്. കുറേയേറെ കാര്യങ്ങളെ ചേർത്ത് വെച്ച് മറ്റൊരു വസ്തു നിർമ്മിക്കുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ ഇതിനെയാണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം, അല്ലേ? ഒരു പേന നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിർമ്മിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്? ഇല്ല, കുറച്ച് പ്ലാസ്റ്റിക് വേണം, അല്ലെ? പ്ലാസ്റ്റിക് ആണ് അതിന്റെ മിക്കവാറും ആ കേസ് പ്ലാസ്റ്റിക് ആണ്. റീഫില് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റീഫിൽ വേണം, മഷി വേണം, ഇങ്ക് വേണം, നിബ് വേണം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് മാറുന്ന, ഒരു പേനയായിട്ട് മാറുന്നത്. അല്ലെ? അതൊരു നിശ്ചിത അളവിൽ അല്ലെങ്കിൽ നിശ്ചിത രീതിയിൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്കതിനെ ഒരു പേന എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കുറേയേറെ ഇൻപുട്ടുകൾ ചേർത്ത് വെച്ച് നമ്മൾ എന്താക്കി മാറ്റി, ഒരു ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് കോ ഓപ്പറേഷൻ ഓഫ് വേരിയസ് ഇൻപുട്സ്. പല ഇൻപുട്ടുകളെ ചേർത്ത് വെക്കുന്നതാണ് പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ കൺവേർട്ടിംഗ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ. ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റി ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു പദമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പദം. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില ഇൻപുട്ടുകൾ ഉണ്ടെങ്കിലേ ചില വസ്തുക്കൾ രൂപാന്തരപ്പെടുത്തി എടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ദ ഇൻപുട്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. The inputs that are used for production are known as factors of production. അപ്പം ഇത്തരത്തിലുള്ള ഇൻപുട്ടുകൾ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഉൽപാദനം നടക്കത്തുള്ളൂ. There are 4 factors of production. എക്കണോമിക്സിലെ കാര്യങ്ങളാണ്. നിരവധി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. എക്കണോമിക് സെൻസിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ 4 ആയിട്ടാണ് തരംതിരിക്കുന്നത്. 1 ലാൻഡ് ആണ്, 2 ലേബർ, 3 ക്യാപിറ്റൽ, 4 ഓർഗനൈസേഷൻ എന്ന് ചിലർ വിളിക്കും, ചിലർ അതിനെ ടെക്നോളജി എന്നൊക്കെ പറയും, ചില ആളുകൾ ഓൺട്രപ്യൂണർഷിപ്പ് എന്നൊക്കെ വിളിക്കും. ഇപ്പൊ ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അല്ലേ? നിങ്ങളുടെ മണ്ണാണ്, അല്ലേ? ഒരു കൃഷി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണോ മണ്ണ് വേണം. അവിടെ ഒരു ഫാക്ടറി വരണമെങ്കിലോ മണ്ണ് വേണം. അപ്പം അതാണ് ലാൻഡ്. ലേബർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തൽക്കാലം അതിനെ തൊഴിലാളികൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലേബർ ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എനർജി എന്ന് വിളിക്കാം. കുറെ ചില ആളുകൾ ഫിസിക്കൽ എനർജി ഉപയോഗിക്കേണ്ട, മെന്റലായിട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കാം ഉൽപാദനം നടക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സർസൈസിനെ നമുക്ക് ലേബർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീനറി, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന മെഷീനറി അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തിന്റെ അളവിനെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കാൻ പറ്റും. ഓർഗനൈസേഷൻ എന്നോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൺട്രപ്യൂണർഷിപ്പ് എന്ന് ചില ആളുകൾ വിളിക്കും. എന്താണ് ഓൺട്രപ്യൂണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ? ചില ആളുകൾ അതിന് ടെക്നോളജി എന്നതാണ് 4ാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന രീതിയിലൊക്കെ പറയുന്നത്. അപ്പം നമുക്കറിയാം, ലാൻഡും ലേബറും ക്യാപിറ്റലും ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇതിനെല്ലാം കൂടെ ചേർത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു മെഷീൻ, ഒരു സംവിധാനം വേണം, അല്ലേ? കുറച്ച് സ്ഥലം അവിടെ കിടപ്പുണ്ട്, കുറെ മെഷീൻ എനിക്കുണ്ട്, കുറച്ച് തൊഴിലാളികളുണ്ട്, ഇവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ ഇതിനെയാണ് നമുക്ക് ഓൺട്രപ്യൂണർഷിപ്പ്. എന്താ ഓൺട്രപ്യൂണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്യൂണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് ബിസിനസ്മെൻ ആണ്, അല്ലെ? ബിസിനസ്മെൻ ആണ്. അവരാണ് കൃത്യമായിട്ട് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒക്കെ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന എലമെന്റ് ആണ്
ഓൺട്രപ്യൂണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ വിളിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ചില ആളുകൾ ഇതിന് പകരം ടെക്നോളജി ഉപയോഗിക്കും. മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഉൽപാദനങ്ങൾ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ടെക്നോളജി ഉപയോഗിച്ചാൽ വളർച്ച ഉണ്ടാവത്തില്ല എന്ന അർത്ഥത്തിൽ മാറ്റങ്ങളെ കുറിക്കാനായിട്ട് ടെക്നോളജി എന്ന പദപ്രയോഗം കൂടെ ഉപയോഗിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ there are 4 factors of production: land, labor, capital and organization. ചില ആളുകൾ ഓർഗനൈസേഷന് പകരം ഓൺട്രപ്യൂണർഷിപ്പ് എന്നോ ചില ആളുകൾ ടെക്നോളജി എന്ന പദമൊക്കെ ഉപയോഗിക്കും. ഏത് കോട്ട് ചെയ്താലും തെറ്റൊന്നുമില്ല, എല്ലാം ശരി തന്നെയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ആരും ചുളിവില് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ തരത്തില്ല, അല്ലേ? നമ്മുടെ സ്ഥാപനത്തിലേക്ക് 2 തൊഴിലാളികളെ ഞാൻ നിയമിച്ചാൽ അവർക്ക് എന്ത് കൊടുക്കണം? കൃത്യമായിട്ട് വേതനം കൊടുക്കണം, കൂലി കൊടുക്കണം, അല്ലെ? വേജ് കൊടുക്കണം. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ വേജ് ആണ്, അല്ലേ? അപ്പൊ എന്താ വേജ് എന്ന് ചോദിച്ചാൽ ദ റിവാർഡ് ഫോർ ലേബർ ആണ്, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് വേജ് എന്ന് പറയുന്നത്. ഞാനൊരു ലാൻഡ് ഹയർ ചെയ്തു, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? കൃത്യമായിട്ട് റെന്റ് കൊടുത്തേ പറ്റുള്ളൂ, വാടക കൊടുത്തേ പറ്റത്തുള്ളൂ. നിക്ഷേപം നടത്തുവാണെങ്കിൽ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, അല്ലെ? ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ എന്റെ സ്ഥാപനത്തിന് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഓർഗനൈസേഷൻ ഗെറ്റ്സ് പ്രോഫിറ്റ്. അപ്പം ഞാനിവിടെ 4 പദങ്ങളാണ് ഉപയോഗിച്ചത്. എന്തൊക്കെയാ? റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇതൊക്കെ എന്താ? ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കിട്ടുന്ന റിവാർഡാണ്, റിവാർഡിനെയാണ് ഈ പദങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പം വാട്ട് ഡസ് ലേബർ ഗെറ്റ്? ലേബർ ഗെറ്റ് ചെയ്യുന്ന, ലേബറിന് കിട്ടുന്നത് എന്താണ്? റെന്റ് ആണ്. എന്താണ് വേജ് എന്ന് ചോദിച്ചാൽ, ലേബറിന് കിട്ടുന്നത് വേജ് ആണ്. എന്താണ് റെന്റ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണ്? ലാൻഡിന് കിട്ടുന്ന റിവാർഡിനെയാണ്, ലാൻഡ് എന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റിവാർഡാണ് റെന്റ്. വാട്ട് ഈസ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ പലിശ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല, മറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകണം. എങ്ങനെയാണ്? ക്യാപിറ്റൽ എന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന റിവാർഡിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇസ് നോൺ ആസ് ഇൻട്രസ്റ്റ്. അപ്പം വാട്ട് ഈസ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ ദ ഓർഗനൈസേഷൻ, വാട്ട് ഡസ് ദ ഓർഗനൈസേഷൻ ഗെറ്റ്, അല്ലെ? അതിനാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് 4 റിവാർഡുകളെ ഞാൻ പരിചയപ്പെടുത്തി. ഇതെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഒരു പദം കൂടെ ഈ ഇനിഷ്യൽ ഭാഗത്ത് ചർച്ച ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സമയം ഉപയോഗിക്കുകയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന പദമാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ള പദം. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന പദം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില ബന്ധങ്ങളെ കേന്ദ്രീകരിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ള പദം. അപ്പൊ നമ്മൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, അല്ലേ? ചില ഇൻപുട്ടുകൾ ചേർത്ത് വെച്ചാലേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇൻപുട്ടുകൾ എത്ര അളവിൽ വേണം, അത് എത്രമാത്രം ഔട്ട്പുട്ടായി മാറും, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ല എങ്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ പറയാം, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. Q is equal to 2L plus 2K. അപ്പൊ L ഇവിടെ സൂചിപ്പിക്കുന്നത് ലേബർ ആണെന്ന് ഇരിക്കട്ടെ തൽക്കാലം, അല്ല എങ്കിൽ L സൂചിപ്പിക്കുന്ന ലാൻഡ് ആണെന്ന് ഇരിക്കട്ടെ, K എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ. അപ്പം ഇവിടെ 2L plus 2K എന്ന് പറഞ്ഞാൽ രണ്ട് ലേബർ അല്ലെങ്കിൽ 2 ലാൻഡ് പ്ലസ് 2 ക്യാപിറ്റൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ എക്സാമ്പിളിൽ നോക്കിക്കുക, എന്താണ്? Q is equal to L plus 5K. അപ്പൊ സപ്പോസ് നമ്മൾ L എന്ന് പറയുന്നത് ഇവിടെ ലേബർ എന്ന് കാണിക്കുന്നു, ക്യാപിറ്റലിന് K സൂചിപ്പിക്കുന്നുവെങ്കിൽ Q is equal to L plus 5K എന്ന് പറഞ്ഞാൽ ഒരു ലേബറിനെ ഉപയോഗിച്ചും 5 ക്യാപിറ്റലിനെ ഉപയോഗിച്ചും ഞാനൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? എത്ര ഇൻപുട്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാലാണ് എനിക്ക് ഇന്ന ഔട്ട്പുട്ട് കിട്ടുന്നു എന്നതിനെ കേന്ദ്രീകരിച്ച് പറയുന്ന പദമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഞാനൊരു നല്ലൊരു ഇക്വേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഈ ഇക്വേഷൻ കൂടെ നിങ്ങൾ എഴുതണം. Q is equal to F of L, N,
കെ കോമ ടി. അപ്പം ക്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ വാട്ട് ഡസ് ക്യൂ റെപ്രസെന്റ്, വാട്ട് ഡസ് എൽ റെപ്രസെന്റ്, എൻ റെപ്രസെന്റ് എന്നെല്ലാം കോട്ട് ചെയ്യാണ്. അപ്പം ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നു. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, ആ ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എഫ് എന്ന് പറയുന്ന പദം. ഫംഗ്ഷൻ ഓഫ് എൽ സ്റ്റാൻഡ്സ് ഫോർ ലാൻഡ് ആണ്. എൻ ആണ് സാധാരണ രീതിയിൽ ലേബറിന് ഉപയോഗിക്കുന്നത്. കെ ക്യാപിറ്റൽ, ടി ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യൂ ഇസിക്കൽ ടു എഫ് ഓഫ് എൽ എൻ കെ ടി എന്ന് കൊടുത്തത്. ഇനി നിങ്ങൾ ചോദിക്കും എൽ എന്നുള്ളത് ലേബറിനെ സൂചിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ താഴെ എഴുതണം എന്താണ്? എൽ റെപ്രസെന്റ്സ് ലേബർ അല്ലെങ്കിൽ എൽ റെപ്രസെന്റ്സ് ലാൻഡ്. എന്താണോ എൽ സൂചിപ്പിക്കുന്നത് അതിനെയാണ് എന്താണെന്നുള്ളത് താഴെ എഴുതിയാൽ മതി. അപ്പം ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എൽ, എൻ, കെ, ടി, വേർ എൽ റെപ്രസെന്റ്സ്, എന്റെ എക്സാമ്പിളിൽ എൽ റെപ്രസെന്റ്സ് ലാൻഡ്, എൻ റെപ്രസെന്റ്സ് ലേബർ, കെ റെപ്രസെന്റ്സ് ക്യാപിറ്റൽ ആൻഡ് ടി റെപ്രസെന്റ്സ് ടെക്നോളജി അല്ലെങ്കിൽ ഓൺട്രപ്രീനർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും 3 ജനറൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം പ്രൊഡക്ഷൻ. 2, what are the various factors of production and the rewards of factors of production. And third one is, what do you understand by production function. Thank you.